பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே വേറെன்று വിധ என்று ഇതാ ഒരാള് ഒരുങ്ങി കെട്ടി വരുന്നുണ്ട് കേട്ടോ. എന്താ പരിപാടി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാര്യമായിട്ട് കാര്യത്തിന് പോവാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകിയല്ലോ അല്ലേ ഞാൻ എന്തിനാ വന്നേന്നുള്ളത്. ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. നമ്മളെ ഗോകുലം ടവറിൽ, വടകര ഗോകുലം ടവറിലെ നിവാഷ് ബ്യൂട്ടി പാർലറിലാണ് വന്നത്. ഞാൻ ഓൾറെഡി ത്രെഡ് ചെയ്യാനൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ദേവുവിന്റെ മുടി കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ പിന്നെ പെങ്ങളമോളെ മുടി കട്ട് ചെയ്യാനൊക്കെ വന്നത് ഞാൻ ഈ ബ്യൂട്ടി പാർലറിലാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള കട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു സാധാരണ പോലെ യു കട്ട് അല്ലെങ്കിൽ ഒന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുക എന്നൊക്കെ അല്ലാതെ ഞാൻ ഒരൊറ്റ തവണയാട്ടോ ഞാനൊരു ലെയർ കട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ലെയർ കട്ട് അടിച്ചതിൻ്റെ മുടിയെല്ലാം കൂടെ ശരിക്കും മനുഷ്യന്മാർ കാണാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഇത് കട്ട് ചെയ്യാൻ പേടിയായിട്ട് ഞാൻ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി തീരെ ഒരു അറ്റം പോലും മുറിക്കാൻ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അധികവും ഏട്ടൻ്റെ വൈഫിനെ കൊണ്ടായിരുന്നു മുടീൻ്റെ അറ്റം മാത്രം അങ്ങനെ കട്ട് ചെയ്യിക്കല്. പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു തോന്നല്, അതെങ്ങനെയാണല്ലോ ഓരോന്നിങ്ങനെ കാണുമ്പോഴും ഒരു തോന്നിയല്ലോ, അങ്ങനെ തോന്നി ഞാൻ എനിക്കെന്ന് മുടി കട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടോ. സംഭവം നന്നായിട്ട് ഉള്ളു കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ നീളമുണ്ടെന്നല്ലാതെ ഉള്ളു ശരിക്കും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ട്. കാരണം ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ഒരു വീഡിയോസ് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഞാനൊന്ന് ത്രെഡ് ചെയ്യാനല്ലാതെ കട്ട് ചെയ്യാനായിട്ട് ഞാനങ്ങനെ പോയിട്ടൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് എന്താ പറയുക ലെയർ കട്ട് അടിക്കാൻ തന്നെ വിചാരിച്ച്. ലെയർ കട്ടിൻ്റെ ഒരു അതിന് മാത്രമുള്ള തിക്കുള്ള മുടിയൊന്നല്ല, അതുകൊണ്ട് അതിൻ്റെതായ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കെട്ടി വെച്ചപ്പോൾ ഞാൻ സൈഷറിനോട് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ മക്കൾ ഇങ്ങനെ കെട്ടിപ്പോകുന്ന ആ ഒരു ഇതില്ലേ, നമ്മളപ്പുറത്തും ഇപ്പുറത്തും ദേവുവിനൊക്കെ പണ്ട് നഴ്സറി പോകുന്ന സമയത്ത് കെട്ടി വെച്ച മാതിരി ഉണ്ടായിനെ. പക്ഷേ ഇത് ഒരുപാട് നേരം ഇത് എന്താ പറയുക ഒരു വാഷിങ്ങും അതേപോലെ മസാജും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് എന്തോ ഒരു നല്ലൊരു നമ്മളെന്തൊക്കെ ആയിപ്പോയി എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ വരും. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഒരു പക്ഷേ നാളെ ഇത് എന്താ പറയുക ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ പോകുന്നത് ഉണ്ടാവും. എന്നാലും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തലയിൽ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ഒരു ബാങ്ക്സ് വെട്ടിട്ടോ. എനിക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെട്ടിയിടുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അത് രസം ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓരോട് ലെങ്ത്ത് കുറയ്ക്കാതെ ബാങ്ക്സ് വെട്ടാൻ പറഞ്ഞിട്ടോ, ഇങ്ങനെ മുഖത്തേക്കൊന്നും വീണ് കിടക്കാതെ. അപ്പോൾ നല്ല വൃത്തി തന്നെ അവർ രണ്ട് സൈഡാക്കി എടുത്തിട്ട് ബാങ്ക്സും കൂടെ വെട്ടി തന്ന്. അപ്പോൾ അതും കൂടി ആയപ്പോഴാണ് എനിക്ക് എല്ലാം കൂടി ഓക്കെ. ഇപ്പം എൻ്റെ ഫൈനൽ ലുക്ക് നോക്കി. നിന്റെ കൊഞ്ചനാദം പാടും പാട്ടിൻ്റെ പഞ്ചാമൃതം കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാളം ആരും കാണാത്ത ദീപാങ്കുരം നിന്നോട് മിണ്ടാ. എങ്ങനെയുണ്ട് മുടി കട്ട് ചെയ്തിട്ട്? ഒരു മാറ്റം വേണ്ടേ? മാറ്റം മാറ്റണ്ടോ? എന്താ കട്ട് എന്നറിയല്ലോ, എന്തോ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ ആരൊക്കെയാണെന്നൊക്കെയാണ് വിചാരം. എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് നീളമൊന്നും അങ്ങനെ കുറഞ്ഞില്ലല്ലോ, വലിയ വ്യത്യാസം ഇല്ല, അങ്ങനെ കുറച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ് അധികം ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ലെങ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തീരെ മുടിയില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറായിരിക്കും. കാരണം വിടംബര മുടികളല്ലേ. അപ്പൊ വടകരക്കാരൊക്കെ നോക്കുക, ഏതാ എവിടെയാണ് നമ്മളെ നിവാഷ് ബ്യൂട്ടി പാർലർ ഗോകുലം ടവറിൽ കേട്ടോ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, എനിക്ക് നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആയ ഒരു ബ്യൂട്ടി പാർലർ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പേരെടുത്ത് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഒന്ന് അവിടെ പോവുക കേട്ടോ.
അതിന് ശേഷം പിന്നെ പോകുന്ന വഴിക്ക് ഇതിനെന്താ എനിക്ക് പറഞ്ഞുകൂടാ, എന്തെന്നാ അതിൻ്റെ പേര് എന്നുള്ളത് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ സാധനം ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇതിൽ വെള്ളമാണ്, നോക്കുമ്പോൾ ഇത് പൊട്ടിച്ച് തന്നപ്പോഴാണ് കണ്ടത് ഇത് വെള്ളമല്ല, നമ്മളെ തേങ്ങേൻ്റെ ഒക്കെ ഉള്ളിലുള്ള സാധനമല്ലേ, ഏകദേശം അതിന്റെ പൈസ പറഞ്ഞപ്പോഴുള്ള എൻ്റെ എക്സ്പ്രഷൻ ആട്ടോ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. എന്താ ഇരിക്കുന്നത്? സിദ്ധു ചേഞ്ച് വേണം, അത്രേ ചേഞ്ച് ഞാൻ ചേഞ്ച് ഉണ്ടാക്കി കൊടുക്കാം. ഇതോ ഇത് എന്ത് കട്ടാന്ന് പുറത്ത് പറയാൻ പറ്റില്ല, ഒരു കട്ട് ചെയ്തിക്കില്ലേ സാർ? കുറേ പോയോ മുടി? എനിക്ക് ഇവിടം വരെ, എനിക്ക് ഇവിടം വരില്ല, ഇനോ അവിടം വരെ. ഒരു സാധനം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഈ സാധനം കക്കുന്നത്, ഈ തോല് കക്കുന്ന കേട്ടോ. ഈ പേരെന്താ പറഞ്ഞോട്ട് സാർ? വികാരം ഉണ്ടാവില്ല. ദേവു കുഞ്ഞു സിദ്ധു കുഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല ആ തോട് അങ്ങനെ നിന്നോ? കണ്ണു വന്നോ? ഞാൻ തന്നില്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.